ഞാൻ അൻവർ ടോറിനോ. നമ്മൾ വന്നിരിക്കുന്നത് അങ്കമാലിയാണ്. നിങ്ങളെ പേര് ചേട്ടേ? എൻ്റെ പേര് ഫ്രാൻസിസ്. ഓക്കെ. നിങ്ങൾ എത്ര വർഷമായിട്ട് ഇപ്പോൾ കൃഷി രംഗത്തുണ്ട്? ഇപ്പോൾ എനിക്ക് തേങ്ങയുടെ പരിപാടിയും കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു 30-32 വർഷമായിട്ട്. അപ്പോൾ തേങ്ങയൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു പുതിയ പരിപാടി കണ്ടുപിടിച്ചാണ് ഈ പശുവിൻ്റെ ഫാം. പശുവിൻ്റെ ഫാം അത് വേറൊരു പാർട്ടീനെ ഏൽപ്പിച്ചേക്കാണ്ട് അതിൻ്റെ ചാണകവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ പറഞ്ഞോണം മഞ്ഞൾ, ഇഞ്ചി, അതുപോലെ റംബൂട്ടാൻ, ചേനയാണ് നമുക്ക് കൂടുതൽ ഇതായിട്ട് തോന്നി. ഏത്തവാഴ കൃഷിയൊന്നും ചെയ്ത് നമുക്ക് അത് അത്ര വലിയ സക്സസ് ആയിട്ട് നമുക്ക് തോന്നിയില്ല. ചേന നോക്കി നല്ല ഇതുണ്ട്, വലിയ റിസ്ക് ഇല്ല. നമ്മളത് വിൽക്കാനായാലും പ്രശ്നമില്ല. പിന്നെ കേട് കാര്യങ്ങൾ കുറവ്, മരുന്നടിക്കേണ്ട ആവശ്യങ്ങളില്ല. അപ്പം അങ്ങനെ ചേന കൃഷിയാണ് കൂടുതൽ താല്പര്യം എനിക്ക്. അപ്പം ഇങ്ങനെ ഇപ്പോൾ പറമ്പിൽ ഞാൻ നോക്കി ഇപ്പോൾ ജാതി നിറച്ചുണ്ടായിരുന്നു. കേട് വന്ന് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ജാതി ചെയ്യാനായിട്ട് നമുക്കൊട്ടും താല്പര്യം ഇല്ലാണ്ടായി, മനസ്സിലായി. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്നാൽ കുറച്ച് കുരുമുളക് ചെയ്ത് കൊള്ളാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ വർഷം കുറേ കൊന്നക്കാലുകൾ ആ കെട്ടിൻ്റെ സൈഡ് മുഴുവനും കൊന്നക്കാലുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കുരുമുളക് നടാൻ വേണ്ടിയിട്ട്. ഒരു 300-ലധികം കൊന്നക്കാലുമേ സാധനം കയറ്റിയിട്ടുണ്ട്. പക്ഷെ അത് കൊന്നക്കാലിൻ്റെ തലവെട്ടല് 2 മാസം കൂടുമ്പോൾ തലവെട്ടി നിർത്താൻ അത് കൊന്നക്കാല് വിചാരിച്ചത്ര വണ്ണത്തിൽ വരണില്ല. അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ ഞാനങ്ങനെ നിങ്ങളുടെയും പലരുടെയും കണ്ടിട്ടുണ്ട്. PVC-യുടെ കണ്ടിട്ടുണ്ട്, ഇത് കണ്ടിട്ടുണ്ട്. അപ്പൊ PVC-യിൽ എനിക്ക് അത് അത്ര അങ്ങോട്ട് ഉറപ്പ് തോന്നണില്ല. കാരണം ഇത് ഒരു ദിവസം കൊണ്ട് ചെയ്യണ കാര്യമല്ലല്ലോ. അതായത് എൻ്റെ അപ്പനെ സംബന്ധിച്ച് ഒരു കൃഷിക്കാരനായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കും 32 വർഷമായിട്ട് ബിസിനസ്സായിട്ടിരുന്ന എനിക്ക് ഇപ്പോഴും ആ കൃഷിയോടുള്ള ഒരു ക്രൈസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു മനസ്സിനൊരു സുഖം കിട്ടണം, മനസ്സിലായോ? കാശ് കിട്ടണേക്കാൾ കൂടുതൽ നമുക്ക് മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടണം. വേറെ ബിസിനസ്സിലായിരുന്നിട്ടെന്നാ നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതാവുമ്പോൾ നമുക്ക് നേരം വെളുക്കുമ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വന്ന് ഈ പറഞ്ഞ മഞ്ഞൾ, ഇഞ്ചി, മഞ്ഞളൊക്കെ എന്ന് പറഞ്ഞാൽ പച്ചിങ്ങനെ നിൽക്കണ കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഒരു 6 മാസക്കാലം എനിക്ക് മഞ്ഞളൊക്കെ ചെയ്യണത് ശരിക്കും അതിന്റെ ലാഭം നോക്കിയിട്ട് ചെയ്യണതല്ല. അങ്ങനെ കണ്ടുപിടിച്ചപ്പോഴാണ് നിങ്ങളുടേതായാലും ഞാൻ പല പ്രാവശ്യം കണ്ടിരുന്നു. അല്ലെങ്കിൽ PVC നമ്മളെ സിമെന്റ് പൈപ്പിലേക്ക് ചെയ്യാൻ എന്താണ് മെയിൻ കാരണം? PVC-ന്ന് ഇത് ചെയ്യാൻ കാരണം PVC എനിക്ക് അത്രയാണ്ട് സേഫ്റ്റി തോന്നാനില്ല. കാരണം ഈ ചൂടും ഇതും കുറേ കാലം കഴിയുമ്പോൾ പിന്നെ ഇതിനത്ര കണ്ട് സേഫ്റ്റി ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അന്നെങ്കിപ്പോൾ കോൺക്രീറ്റ് പൈപ്പിൽ ഇത്തിരി പൈസ കൂടുതൽ വന്നാലും തൽക്കാലം ഇതിനൊന്നൊരു പരീക്ഷിച്ച് നോക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യാനുണ്ടായ കാരണം. നമുക്കിപ്പോൾ ചെയ്താലും പിള്ളേരുടെ കാലത്തായാലും പിള്ളേർക്ക് ഇതൊരു വരുമാനം കിട്ടണം എന്നുള്ള ഉദ്ദേശിച്ചാണ്. അല്ലാണ്ട് നമുക്കിപ്പോൾ ഇത് വിറ്റ് ഇപ്പം നാളെ തന്നെ ഇത് കുറെ കാശുണ്ടാക്കണമെന്നുള്ള ഉദ്ദേശം നമുക്ക് അതൊരു കൃഷിയോടുള്ളൊരു ചെറിയ താല്പര്യം. പിന്നെ ഇതിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ തന്നെ നമുക്കൊരു 1-2 മണിക്കൂർ ഇങ്ങനെ ഒന്ന് മനസ്സ് ഫ്രീ ആവാനും അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ട് പിന്നീട് ഇതിന്റെ വരുമാനം കിട്ടുകയാണെങ്കിൽ മക്കളൊക്കെ നമുക്കിപ്പോ 19-18 വയസ്സായി. ഇനിയിപ്പോ നമ്മളൊക്കെ ഇങ്ങനെ എത്ര കാലം ചെയ്യുന്നത്. അപ്പൊ പിള്ളേരുടെ കാലത്തായാലും പിള്ളേർക്ക് വരുമാനം കിട്ടണം, അത് ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്ന ഈ പരിപാടി. ഞാനിവിടെ വിചാരിച്ചേക്കുന്നത് മറ്റേ കരിമുണ്ടിയുടെ തൈ വെക്കാനാണ്. കാരണം എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ ഒരു നഴ്സറി നടത്തുന്ന തങ്കച്ചേട്ടൻ ഉണ്ട്. അപ്പൊ തങ്കച്ചേട്ടൻ പറഞ്ഞു കരിമുണ്ടി നട്ടാൽ മതി, അതല്ലെങ്കിൽ കുമ്പുക്കലിന്റെ കാര്യമൊക്കെ പുള്ളി പറഞ്ഞു. പക്ഷെ കുമ്പുക്കലിനോട് എനിക്ക് അത്ര അങ്ങോട്ട്, കാരണം അവരുടെ ഇതൊന്നും ഇപ്പൊ പെട്ടെന്ന് നമുക്ക് കിട്ടൂല. അപ്പൊ മിനിമം 1.5 വർഷം അടിച്ചിട്ട് അപ്പൊ കരിമണ്ടിയുടെ തൈ വെക്കണതാണ് നല്ലതെന്ന് ആ ചേട്ടൻ എന്നോട് പറഞ്ഞു. പുള്ളി കാരണം വെച്ചാൽ പുള്ളി കൃഷിയിൽ ഒത്തിരി കൊല്ലമായിട്ട് നല്ല ഇതുള്ളതാണ്, നമ്മുടെ ഒരു സുഹൃത്തൊക്കെയാണ്. അപ്പൊ പുള്ളിയുടെ ഒരു കയറ്റുംകര നഴ്സറി എന്നാണ് പറഞ്ഞത്. ഇവിടെ അടുത്ത് തന്നെയാണ്, ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ് കയറ്റുംകര നഴ്സറി എന്ന് പറഞ്ഞത്. ആള് കോട്ടയത്തുകാരനാണ്. ഇവിടെ വന്നിട്ട് ഒരു 10-35 വർഷമായി. അപ്പൊ അന്ന് തുടങ്ങി പുള്ളിയായിട്ടുള്ള നല്ല സൗഹൃദം കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ അങ്ങനത്തെ പരിപാടി ഉദ്ദേശിച്ചിട്ടാണ് കരിമുണ്ടി തന്നെ ചെയ്യാമെന്ന് വിചാരിക്കണു. നമ്മളിതിക്ക് മുമ്പ് മറ്റേപാട് ചെയ്തൊന്നുമല്ല. എൻ്റെ കാർന്നവരുടെ കാലത്തൊക്കെ ഇവിടെ പറമ്പുകളിലും മരകത്തുമ്മൊക്കെ ഇഷ്ടംപോലെ കുരുമുളക് ഉണ്ടായിരുന്നു. അതൊരിക്കൽ ഓട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായി ഈ സാധനം പോയി കുറെ.
അപ്പൊ അതുകൊണ്ട് തൽക്കാലം പോസ്റ്റും ഇടാം. നമുക്ക് നേരം വെളുത്ത് എനിക്ക് വരുമ്പോ ഇങ്ങനെ ഇത് പച്ചപ്പായിട്ട് കുരുമുളകും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അതിനതെല്ലാം ചെയ്യാം. ശരിക്കും അത്രയൊക്കെ എൻ്റെ മനസ്സിലുള്ളൂ. അല്ലാണ്ട് ഇനിയിപ്പോ ഇത് നട്ട് പെട്ടെന്ന് വലിയ കാശുണ്ടാക്കാം അങ്ങനെയുള്ള ഒരു ഉദ്ദേശം എനിക്കില്ല. വർക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? വർക്കൊന്നും കുഴപ്പമൊന്നുമില്ല. നല്ല നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ എനിക്ക് തോന്നാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റ് ആകും പോസ്റ്റും അതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ആകുമ്പോൾ കാലങ്ങളോളം ഈ സാധനം ഇങ്ങനെ കിടക്കുമെന്നുള്ള ഒരു നല്ല വിശ്വാസം എനിക്കുണ്ട്. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ഒരുപാട് ഹൈറ്റ് കൂടിയാലും പ്രശ്നമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് കൂടുതൽ ഹൈറ്റ് കൂടുന്നോണോ റിസ്ക് കൂടാണ്. അപ്പൊ ഇതിപ്പോ അത്യാവശ്യം 6 അടി ലാഡർ വെച്ച സുഖമായിട്ട് നമുക്ക് കയറി പറിക്കാം. അപ്പൊ